തദ്ദേശ പിന്നാലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ മുന്നണികളുടെ തന്ത്രപരമായ നീക്കങ്ങൾ. മതമൗലികവാദ സംഘടനകളെയും സാമുദായിക ശക്തികളെയും ചേർത്ത് പിടിക്കാൻ ഇടതു വലതു മുന്നണികൾ മത്സരരംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള ഇസ്ലാമിക സംഘടനകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചെന്ന് കണക്കുകൂട്ടലാണ് UDF. അതേസമയം സമസ്തയെയും സുന്നി വിഭാഗങ്ങളെയും ഒപ്പം നിർത്തി മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാനാണ് LDF നീക്കം. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൗലികവാദ സംഘടനകളെ കൂടുതൽ അടുപ്പിക്കാൻ മത്സരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. തീവ്ര ഇസ്ലാമിസ്റ്റുകളായ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇവരെ കൈവിടരുതെന്ന തീരുമാനത്തിലാണ് UDF നേതൃത്വം. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ സുന്നി അടക്കമുള്ള മതസംഘടനകളെ കൂടെ കൂട്ടാൻ LDF-ഉം ഒരുങ്ങിക്കഴിഞ്ഞു. സമസ്ത പോലുള്ള സംഘടനയെ അനുനയിപ്പിച്ചു കൂടെ നിർത്താനാണ് LDF-ന്റെ ശ്രമം. പ്രാദേശിക തലങ്ങളിൽ ഇത്തരം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മൗലികവാദ സംഘടനകളെയും മതസംഘടനകളെയും UDF-നൊപ്പം നിർത്താൻ നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗാണ്. ഇത്തരം സംഘടനകളെ യോജിപ്പിക്കുന്നതിനു വേണ്ടി ലീഗും തീവ്ര നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. LDF-മായി അടുക്കാൻ ശ്രമിക്കുന്ന സമസ്ത പോലുള്ള സംഘടനകളെ വിലക്കുന്നതും മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ. മുസ്ലിം വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കുകയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.